ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വിസി ഡോക്ടർ സിസ തോമസിന്റെ ഹർജിയിൽ സർക്കാരിന് തിരിച്ചടി. പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ 2 ആഴ്ചക്കുള്ളിൽ നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ജസ്റ്റിസുമാരായ എം മുഹമ്മദ് മുസ്താഖ്, ജോൺസൺ ജോൺ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് ഉത്തരവ്. 2023 മാർച്ചിലാണ് സിസ തോമസ് സർവീസിൽ നിന്ന് വിരമിച്ചത്. എന്നാൽ വിരമിക്കൽ ആനുകൂല്യങ്ങളൊന്നും തന്നെ സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല. തുടർന്ന് സർക്കാരിന്റെ നടപടിയെ ചോദ്യം ചെയ്താണ് സിസ തോമസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിലാണിപ്പോൾ ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞിരിക്കുന്നത്. ജീവനക്കാരുടെ ആനുകൂല്യം ഉൾപ്പെടെയുള്ളവയിൽ അവർ വിരമിക്കുന്നതിന് മുൻപ് സർക്കാർ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. സിസ തോമസിന്റെ ആനുകൂല്യങ്ങൾ നൽകാതെ 2 വർഷമായി സർക്കാർ എന്താണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കോടതി ചോദിച്ചു. മുൻപ് സിസ തോമസിനെതിരായ സർക്കാരിന്റെ ഹർജി സുപ്രീം കോടതിയും തള്ളിയിരുന്നു. സിസ തോമസിനെതിരായ നടപടിയിൽ ഹൈക്കോടതി കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ സർക്കാരിന്റെ പട്ടിക മറികടന്ന് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയുടെ വിസിയായി നിയമിച്ചത്. ഡോക്ടർ MS രാജശ്രീയെ അയോഗ്യയാക്കിയതിനു പിന്നാലെയാണ് ഗവർണർ സിസ തോമസിനെ KTU വിസി സ്ഥാനത്തേക്ക് നിയമിച്ചത്. നിയമനം ചട്ടവിരുദ്ധമെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.